പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവും എഴുകോണിൻ്റെ കോൺഗ്രസിൻ്റെ സൗമ്യമുഖവുമായിരുന്ന ശ്രീ കിളിത്തട്ടൽ രതീഷ് ഇന്നു മുതൽ സഖാവ് രതീഷായി മാറുകയാണ്. വളരെയേറെ ആവേശത്തോടുകൂടി CPIMലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള പാർട്ടി നേതാക്കന്മാർ, നമ്മുടെ എഴുകോൺ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന സഖാവ് രതീഷ് കിളിത്തട്ടൽ, പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, സഖാവ് രതീഷ്, സഖാവ് എന്നുള്ള വാക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. സഖാവ് രതീഷിനെ നിങ്ങളുടെ എല്ലാം വളരെ സ്നേഹത്തോടുള്ള സ്വാഗതം ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. CPIMലേക്ക് വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും ഒറ്റവാക്കിൽ തന്നെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദനം. ജനാധിപത്യ രീതിയിലുണ്ട്, ഒരു മതേതര രീതിയിലേക്കാണ്. എത്ര എതിർക്കപ്പെട്ടാലും ഞാൻ ഈ പഞ്ചായത്തിൽ പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് ക്യാമ്പയിൻ നടന്നത്. അപ്പോൾ ആരാധന ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ഒരു 28 വയസ്സുള്ള അദ്ദേഹമാണ് ഈ പഞ്ചായത്തിൻ്റെ വികസന സെമിനാർ ഒരിക്കൽ ഉദ്ഘാടനം ചെയ്യുന്നത്. ശരിക്കും കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം എങ്ങും ഉണ്ടായിട്ടില്ല. കാര്യം അന്ന് വികസന സെമിനാർ എല്ലാവരും വലിയ ആളുകൾ, മന്ത്രിമാരെല്ലാം MLA-മാർ MP-മാർ ഉദ്ഘാടനം ചെയ്ത് നടത്തും. അപ്പോൾ അതിദരിദ്ര ഗുണഭോക്താവിനെ കൊണ്ട് ഇവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഏക പഞ്ചായത്താണ് എഴുകോൺ ഗ്രാമപഞ്ചായത്ത്. രതീഷ് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു തൊട്ട് മുമ്പ് വരെ നിങ്ങൾക്കറിയാം. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ KSU പ്രവർത്തകനായി ദീർഘകാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച വാർത്ത കഴിഞ്ഞ ദിവസം വന്നു, നമ്മളെല്ലാം കണ്ടു. രതീഷിനെ ദീർഘകാലമായി പരിചയമുള്ള ഒരാളാണ് ഞാൻ. ഏറ്റവും അടുത്ത പരിചയം പഞ്ചായത്ത് പ്രസിഡന്റ്, ഞാൻ MLA എന്ന നിലയിൽ, മന്ത്രി എന്ന നിലയിലുള്ള പരിചയമാണ് അടുത്ത്. അതിനുമുമ്പ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായി KSU പ്രവർത്തകനായിരിക്കുമ്പോഴൊക്കെ ചില പരിപാടികൾ കണ്ടിട്ടില്ല എന്നല്ല, പക്ഷെ അടുത്ത പരിചയം ഈ ഘട്ടത്തിലാണ്. രതീഷ് പറഞ്ഞത് ഏതെങ്കിലും ഒരു സീറ്റ് മത്സരിക്കുന്നതിന് ആഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല ഇപ്പോൾ അതിൽ നിന്ന് വന്നത്. അതാണ് ഞാൻ കണ്ടൊരു കാര്യം. ഒരു സീറ്റിന് മത്സരിച്ചാൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നവർക്ക് ഒരു ചെറിയ സീറ്റ് കിട്ടാനാണല്ലോ, പക്ഷെ സീറ്റ് കിട്ടാനല്ല എന്നുള്ളത് പറഞ്ഞു എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. ഇവിടെ വരുമ്പോഴും എന്തെങ്കിലും ബാർഗെയിൻ ചെയ്തൊരു സീറ്റല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നു. ഒരു പൊതുരാഷ്ട്രീയത്തിൽ ഞാൻ 15 വയസ്സ് മുതലോ 16, 17 വയസ്സ് മുതൽ പൊതുരാഷ്ട്രീയ പ്രവർത്തകനായി നിന്നൊരാളാണ്. രാഷ്ട്രീയ പ്രവർത്തകനാണ്, ട്രേഡ് യൂണിയൻ പ്രവർത്തകനാണ്. കശുവണ്ടി മേഖലയിൽ ഈ പ്രവർത്തനം ഏറ്റെടുക്കുമ്പോഴും കശുവണ്ടി തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന INTUC പ്രവർത്തനത്തിന് അവിടെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാൾ, എൻ്റെ അഭിപ്രായം പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ കുറേയേറെ കുറഞ്ഞു വരികയാണ്. പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ കൂടുതൽ വേണം. ഇന്നലെ ഈ തീരുമാനം അവരെടുക്കുന്നു. ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇത്രയും ആൾ ഒരുമിച്ച് ചേർന്ന് രതീഷിനെയും കൂടെ ഉള്ള പ്രവർത്തകർ, ഇനിയും കൂടുതൽ പ്രവർത്തകർ ഇതിലേക്ക് വരാനായിട്ട് തയ്യാറാവുമെന്ന് ഞാൻ കരുതുന്നു. അവർ വരുമ്പോൾ ഇത്രയും ആളുകൾ ഒരുമിച്ച് ചേർന്ന് വന്നത് തന്നെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർക്കൊപ്പമാണ് ഇടതുപക്ഷവും CPIM എന്ന് തെളിയിക്കുന്ന കാര്യമാണ്. രതീഷ് എടുത്ത തീരുമാനം ആത്മാർത്ഥമായ തീരുമാനത്തിന് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരത്തില്ല. കാരണം ഇതിനകത്ത് ഏറ്റവും സജീവമായി പ്രവർത്തിക്കാൻ, പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ, പൊതുജനങ്ങളുടെ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇടതുപക്ഷത്തിനൊപ്പം എന്നും ഏറ്റവും സജീവമായൊരു സഖാവായി രതീഷിനെ ഞങ്ങളുടെ കൂടെ കൂട്ടും എന്ന് CPIM-ന് വേണ്ടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച്
നേരത്തെ KSU പ്രവർത്തിച്ച ആളും കോൺഗ്രസിൽ പ്രവർത്തിച്ച ആളായിട്ട് ആണല്ലോ രതീഷ്. കോൺഗ്രസ് പാർട്ടിക്ക് ഇന്നിപ്പോൾ അതേപോലെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. അവരുടെ പ്രവർത്തനത്തിൻ്റെ അജണ്ട ഓരോ സ്ഥലത്തും എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ അവരുടെ സംസ്ഥാന അഖിലേന്ത്യാ തലത്തിലെ പ്രവർത്തനങ്ങളുടെ ഒന്നും സ്ഥിതിയെപ്പറ്റി ഞാൻ പറയുന്നില്ല. അവരുടെ കമ്മിറ്റികൾ ഇപ്പോൾ ഇന്നലെ KPCC പ്രസിഡന്റ് ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ഉണ്ടക്കൈയിൽ വീട് വെച്ച് കൊടുക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ സമ്മേളനം നിർത്തി എണ്ണിച്ചു പോയി ഞാൻ വാർത്ത കണ്ടു. 4.25 ലക്ഷം വീട് കേരളത്തിൽ ഇതുവരെ വെച്ച് കൊടുത്തുള്ളൂ ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകളോട്, അല്ല നിങ്ങൾ അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ 30 വീടിൻ്റെ കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി ഇല്ലാതെ KPCC പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിപ്പോയി എന്ന് ടെലിവിഷനുകൾ റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടതാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ സാധാരണഗതി ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയൂ എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകത. പറയുന്ന കാര്യങ്ങൾ ചെയ്യും, ചെയ്യാവുന്ന കാര്യങ്ങളെ പറയൂ എന്നുള്ളത് ഒരു സത്യസന്ധതയുടെ ലക്ഷണമാണ്. ധാരാളം കാര്യങ്ങൾ നമ്മുടെ ഈ നാട്ടിലൊക്കെ ചെയ്യാനുണ്ട്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിദാരിദ്ര്യ മുക്ത കേരളത്തെ പറ്റി ഇവിടെ പറഞ്ഞു, അതിനവിടെ നടന്ന പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞു. അതിദാരിദ്ര്യ മുക്ത കേരളമായിട്ട് കേരളം മാറിയത് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും സജീവമായ പ്രവർത്തനമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാം ഐക്യത്തോടു കൂടിയാണ്. എന്തായാലും രതീഷ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനല്ല വന്നതെന്ന് രതീഷ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇവിടെ സംസാരിക്കുമ്പോൾ പറയും ഇതാണ് പറഞ്ഞത്. എന്തായാലും ഏത് ചുമതലയും അങ്ങനെ കൊടുക്കാൻ പറ്റുന്നൊരു ചെറുപ്പക്കാരൻ തന്നെയാണ് രതീഷ് എന്ന നിലയിൽ തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. സുസ്വാഗതം വരുന്നു. CPM-നൊപ്പം പ്രവർത്തിക്കുന്ന, ഇടതുപക്ഷത്തിനൊപ്പം സജീവമായി പ്രവർത്തിക്കുന്ന ഇനിയുള്ള നാളുകളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അവരെല്ലാവരെയും ഈ മഹാകുടുംബത്തിനകത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഹാച്ചി കോർപ്പറേഷൻ്റെ ചെയർമാനായി മാറിയപ്പോൾ ഫാക്ടറികളിലെല്ലാം തൊഴിലാളി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ യൂണിയൻ പ്രതിനിധികളായി വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽപ്പെട്ട യൂത്ത് കോൺഗ്രസിൽപ്പെട്ട ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആ കശുവണ്ടി ഫാക്ടറിയുടെ വാതക്കൽ നിന്ന് തൊഴിലാളികളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി വരികയും ചെയ്യുന്ന കൊല്ലം ജില്ലയിലെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല തൊഴിലാളികളുടെ പ്രതിബദ്ധതയുള്ള ഒരു നേതാവ് തന്നെയാണ് പ്രിയപ്പെട്ട രതീഷ് എന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായതാണ്. ഞാൻ അന്നേരം ചിന്തിച്ചു, രതീഷ് എന്തിനായി കോൺഗ്രസിൽ പോയി നിൽക്കുന്നത്? ഈ കശുവണ്ടി തൊഴിലാളികളോടും പാവപ്പെട്ടവരോടും ഒക്കെ നല്ല പ്രതിബദ്ധതയുള്ള രതീഷ് നമ്മളോട് എന്താ ചേരാത്തതെന്ന് പലപ്പോഴും രതീഷ് ഓമനക്കുട്ടനുമായി അവിടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ CIT INTUC താല്പര്യത്തിൻ്റെ പേര് കൊച്ചു ഉടക്കിളക്ക് ഉണ്ടാകുമ്പോഴും ഞാൻ നടുക്കിരിക്കേണ്ടി വരും. അപ്പം ഞാൻ ഓമനക്കുട്ടനോട് തന്നെ ചോദിച്ചു, ഈ രതീഷ് വന്ന് നിൽക്കുന്നുണ്ട്, പഞ്ചായത്ത് പ്രസിഡൻ്റല്ലേ, ഞാനൊരു വിട്ടുവീഴ്ച ചെയ്യാം ഈ സ്ഥാപനത്തിന് വേണ്ടി എന്ന നിലപാട് പല ഘട്ടങ്ങളിലും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശക്തമായ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി രൂപപ്പെട്ടു വരുന്ന അഭിപ്രായങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനോടൊപ്പം ചേരുകയും ചെയ്ത നിരവധി സന്ദർഭങ്ങൾ രതീഷിൻ്റെ ആ പ്രവർത്തനങ്ങളും ഒത്തുചേർന്നുള്ള യോഗങ്ങളും എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഒന്ന്, ജനാധിപത്യമില്ല പാർട്ടി. പൊതുവിൽ ഇങ്ങനൊരു സംസാരമുണ്ട്, ഞാൻ സീറ്റ് കിട്ടാത്തതുകൊണ്ട് പാർട്ടി മാറിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് നറേറ്റീവ് സ്വാഭാവികമാണ്. ആരെങ്കിലും പാർട്ടി മാറുമ്പോഴൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. എൻ്റെ കൂടെ ജനപ്രതിനിധികളായി പ്രവർത്തിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് ജനപ്രതിനിധിയാകുക എന്ന് പറയുന്നത് എനിക്ക് ഏതെങ്കിലും ഒരു അധികാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് എന്നെ അറിയാവുന്നവരാരും പറയുന്നു. എനിക്ക് കിട്ടിയ ജനപ്രതിനിധി എന്ന് പറയുന്നതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ പ്രതിദാനം ചെയ്യുന്ന വാർഡിനാണെങ്കിലും പൊതുവായി ഈ പഞ്ചായത്തിലെ എന്നാൽ കഴിയുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കാനാണ് ഞാൻ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ചിലരുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് ജനപ്രതിനിധിയാകുമെന്ന് പറയുന്നത് അധികാരമാണ്. അത് ആ അധികാരത്തിന് വേണ്ടിയിട്ട് നേടിയെടുക്കുക എന്നുള്ളതാണ്. ഞാൻ അവസാനമായി ഈ ടൈമിൽ മത്സരിക്കുമ്പോൾ പോലും ശരിക്കും എല്ലാവരും കൂടി സമ്മർദ്ദിച്ച് ഇത്തവണ മത്സരിക്കണമെന്ന് പറഞ്ഞ് തന്നെയാണ് മത്സരിച്ചത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഏതാണ്ടൊരു സീറ്റിന് സ്ഥാനാർത്ഥിയാകുമെന്ന് പരിഗണിക്കുന്നു. ഞാൻ അറിഞ്ഞത് കോട്ടാത്തല ശ്രീകുമാർ കേരളാവതിയിൽ വാർത്ത എഴുതുമ്പോൾ കണ്ടപ്പോൾ എൻ്റെ പേരെഴുതി കണ്ടപ്പോഴാണ് എൻ്റെ പേരെഴുതി ഉണ്ടെന്ന് ഇങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് ഞാനറിഞ്ഞില്ല. ഞാനങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുന്നു പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. പിന്നെ
ഞാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് രാഷ്ട്രീയം, ഇപ്പോൾ ഇവിടെ ഒരുപാട് പേര് ചോദിച്ചു, എനിക്ക് ഇന്നും അധികം സംസാരിക്കുന്നില്ലെങ്കിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറ്റവും സജീവമായി വളരെ അഗ്രസീവായി പ്രവർത്തിച്ച ഒരാൾ, ശക്തമായ ഭാഷയിൽ വിമർശിച്ച ഒരാൾ, രാഷ്ട്രീയമായി ഞാൻ നിൽക്കുന്ന പക്ഷത്തോട് 100% കൂറ് പുലർത്തിയ ഒരാൾ എന്തുകൊണ്ട് ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഉപേക്ഷിച്ചു എന്നൊരു പൊതു ചോദ്യം സമൂഹത്തിലുണ്ടാവുക അത് സ്വാഭാവികമാണ്. ഞാൻ നിൽക്കുന്ന പക്ഷത്ത്, ഞാൻ നിൽക്കുന്ന പാർട്ടിയിൽ ജനാധിപത്യപരമല്ലാത്ത ചില പ്രവണതകൾ ഈ അടുത്ത സമയത്ത് കൂടുതലായി. എന്തിനു വേണ്ടിയോ കൂടെ നിൽക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്നതായ സമീപനങ്ങൾ വളരെ രൂക്ഷമായി. ആ ഒരു നിലയിലേക്ക് പ്രവർത്തിച്ചു വന്നപ്പോൾ സ്വാഭാവികമായും മാനസികമായി അതിൽ തുടരുന്നതിന് വ്യക്തിപരമായ ബുദ്ധിമുട്ടുണ്ടായി. ഒരു ഏകാധിപത്യ പ്രവണത, ഇപ്പോൾ നേതൃത്വത്തിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരു ഏകാധിപത്യ പ്രവണത ഉണ്ടാകുമ്പം സ്വാഭാവികമായും അതിൽ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ആ നിലയിൽ ഒരു ബുദ്ധിമുട്ട് കോൺഗ്രസിനകത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഏകാധിപത്യ പ്രവണതയിൽ ഒരു കൂടിയാലോചനയോ കൂട്ടായ്മയോടുകൂടിയുള്ള ആലോചനയോ ഇല്ലാതെ ഇപ്പോൾ പല സ്ഥാനാർത്ഥികളെയൊക്കെ വാട്സപ്പിലൊക്കെ കാണുമ്പോഴാണ് നമ്മൾ പല സ്ഥാനാർത്ഥികളെയും പല കോൺഗ്രസ് നേതാക്കന്മാർ, ഇവിടെ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, എന്നോട് വിഷമം പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തുള്ള ആളുകളുണ്ട്, ഇതൊക്കെ വാട്സപ്പിലൂടെ ആണോ അറിയേണ്ടതെന്ന് ചോദിച്ച ആളുകളുണ്ട്. അപ്പോൾ ആ നിലയിൽ ഈ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പാർട്ടിയുടെ സ്ഥാനം രാജിവെക്കുന്നത്, പാർട്ടിയിൽ രാജിവെക്കുന്നത്. നമുക്ക് അങ്ങനെ നമ്മളെ വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിക്കാത്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് പാർട്ടിയെ വിശ്വാസവിരുദ്ധമായിട്ട് ഞാനൊരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്നുള്ളത് 100% വിശ്വസിക്കുന്ന ആളാണ്. അതെന്നെ അറിയാവുന്നവർക്കും അറിയാം. അപ്പോൾ ആ നിലയിൽ ഞാൻ പാർട്ടിയുടെ സ്ഥാനം രാജിവെക്കുന്ന ഘട്ടത്തിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും. കാര്യം ജീവിതം സാഹചര്യങ്ങളുമായി മുന്നോട്ട് പോകണം, നമുക്ക് തൊഴിൽ അതൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞാൻ ശരിക്കും ആ ഒരു തീരുമാനം എടുത്തത്. ആ ഘട്ടത്തിലാണ് ബാലവസഖാവ് ബന്ധപ്പെടാൻ പറ്റുന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ ശരിക്കും വാട്സപ്പിലാണ് വിളിക്കുന്നത്, എൻ്റെ ഫോണിൽ സാധത്തേക്കുള്ളിൽ കിട്ടാത്തത് വാട്സപ്പിലാണ്. അപ്പോൾ എന്നോട് എന്താ പറ്റിയെന്ന് വെച്ചു. അപ്പോൾ ഈ ഒരു ദിവസത്തേക്കുണ്ടായൊരു ബന്ധം ബാലവസഖാവായിട്ട് ഈ ഒരു കാര്യമായിട്ടുണ്ടായ ബന്ധമല്ല. അദ്ദേഹവും ഞാനുമായി മുൻപ് അത്ര വലിയ പരിചയം, അറിയാം എന്നതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ ഒരു പരിചയമുള്ള അങ്ങനെ ഒരു അടുത്ത അറിയാവുന്ന ആളല്ല. അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി വന്നു, കണ്ടുപരിചയമുണ്ട്. ആ സമയത്ത് ഇങ്ങനെ ജനപ്രതിനിധി ആയതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹം ആ ജനപ്രതിനിധിയെ കണ്ട് കാര്യം പറയും, അപ്പോൾ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു പരിചയം ആണ് എനിക്ക് ബാലവസഖാവ് ഉണ്ടായത്. പിന്നെ അദ്ദേഹം അദ്ദേഹം വരും പഞ്ചായത്ത് പ്രസിഡന്റാണല്ലോ, ജനപ്രതിനിധിയാണ്, മത്സരിക്കുമ്പോൾ MLA ആയി അദ്ദേഹം കടന്നു വന്നു. അപ്പം മന്ത്രിയായി സ്ഥാനമേൽക്കാൻ കുറേ ദിവസം എടുത്തു, കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ച് താമസം എടുത്തു. അപ്പോൾ ആ തുടക്കം മുതലേ വളരെ പ്രാക്ടിക്കലായി യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു ജനപ്രതിനിധി. ഞാനിപ്പം അദ്ദേഹത്തിന് വലിയ CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള വലിയ പദവിയിലിരുന്ന ഒരാളെന്ന നിലയിൽ അപ്പോൾ അദ്ദേഹം ഇത്ര സിമ്പിളായി കാര്യങ്ങൾ ചോദിച്ചു. ഏതൊരു കാര്യത്തെയും ഒരു കുട്ടി ചോദിച്ച് മനസ്സിലാക്കുന്ന പോലെ വളരെ സിമ്പിളായി ചോദിച്ചതിൻ്റെ എല്ലാ വശവും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയായിട്ട് എനിക്ക് അദ്ദേഹത്തെ MLA ആയി കടന്നു വന്ന സമയത്ത് ഫീൽ ചെയ്തു. തുടർന്ന് അദ്ദേഹം മന്ത്രിയായി എനിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുമ്പം അദ്ദേഹം പോകുന്ന സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ എനിക്ക് വലിയ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം എന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുമ്പോൾ എഴുവോൺ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയതിൽ എനിക്ക് വലിയ അഭിമാനം തോന്നി. അപ്പോൾ എന്നെ വിളിച്ച് സത്യപ്രതിജ്ഞയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ വലിയ ആഗ്രഹം, സന്തോഷം, കാരണം നമ്മൾ ആഗ്രഹിച്ചൊരു പദവി അദ്ദേഹത്തിന് കിട്ടുന്നു. അതിലേറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ തോന്നിയ കാര്യം നമ്മുടെ നാടിന് ഗുണപ്പെടുമെന്നുള്ളതാണ്. ആര് ജനപ്രതിനിധിയാകുന്നു, ആ ജനപ്രതിനിധിയാകുന്ന ആൾ നാടിന് ഗുണപ്പെടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അദ്ദേഹം ജനപ്രതിനിധിയായി കടന്നു വന്ന് മന്ത്രിയായി കടന്നു വന്നു. നമ്മൾ ഏതൊരാവശ്യവും പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ ആരും തന്നെ പറയില്ല എന്ന് എനിക്കറിയാം. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് വെച്ച എല്ലാ വികസന പ്രവർത്തനങ്ങളും ഒന്നഴിയാതെ എല്ലാം അദ്ദേഹം അംഗീകരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എഴുവോൺ സിവിൽ കോംപ്ലക്സിൻ്റെ കാര്യം, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, എഴുവോണ്ടൊരു പൊതു വില്ലേജ് ഓഫീസിൻ്റെ കെട്ടണം, രജിസ്റ്റർ ഓഫീസിന് സ്ഥല സൗകര്യമില്ല. അപ്പം നമ്മുടെ ജംഗ്ഷനെ സംബന്ധിച്ച്
നമ്മുടെ ജംഗ്ഷൻ്റെ ജീവവായുവാണ് ആ ഓഫീസുകൾ. അപ്പോൾ അതിവിടെ നിലനിർത്തണം എന്നുള്ളൊരു പൊതുവായ ആവശ്യം മൊത്തത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ഒരു തീരുമാനം എടുക്കുമ്പോഴും മൊത്തത്തിൽ പാർട്ടിയും ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് അഭിപ്രായം പറയുമ്പോഴും ഒരു മടിയും കൂടാതെ ആ ഒരു പദ്ധതി നമുക്കിവിടെ അനുവദിച്ചു തരികയുണ്ടായി. ഇതുപോലെ നിരവധിയായ പദ്ധതികൾ. ഞാൻ സത്യം പറഞ്ഞാൽ എഴുകോണിൻ്റെ വികസനത്തിൽ ഒരു സുവർണ്ണ കാലഘട്ടം തന്നെയാണ് ശ്രീ KN ബാലഗോപാൽ ഇവിടുത്തെ MLA ആയിരിക്കുന്ന ധനകാര്യ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടം. അതൊരു പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയത്തിന്, അതായത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന് നിന്നുകൊണ്ടാണെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ മടികൂടാതെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതുമാണ്. ഞാൻ ആ കാര്യങ്ങളൊക്കെ വേദിയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നാടിന് വികസനം വരുമ്പോൾ ജനപ്രതിനിധികൾ എല്ലാവരും ആ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ശരിക്കും എഴുകോണിൻ്റെ വികസനത്തിൻ്റെ ക്യാപ്റ്റനായിരുന്നു ശ്രീ KN ബാലഗോപാൽ. അപ്പോൾ ആ നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ച പ്രവർത്തനവും ഒരു പൊതുപ്രവർത്തകൻ എത്ര വലിയ പദവിയിലായാലും എത്രത്തോളം ഡൗൺ ടു എർത്ത് ആകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം. കാരണം നമ്മളോടൊക്കെ സംസാരിക്കുമ്പം ഏതൊരു കാര്യത്തിൽ ഏത് വേദിയിൽ സംസാരിക്കുമ്പോഴും അങ്ങനെ ഒരു സമീപനം നമ്മളടുത്ത് ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ള നമ്മൾ പറയുന്നത് കേൾക്കാനും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സമീപനം എന്നെ വ്യക്തിപരമായ അദ്ദേഹത്തിൽ ആകർഷണമാക്കിയിട്ടുണ്ട്. 100% ആ ഒരു ജനപ്രതിനിധിയുടെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സമീപനം. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നെ വിളിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാ പൊതുരംഗത്ത് ഞാൻ മുന്നോട്ട് പോകുന്നില്ല, ഞാൻ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ് എന്ന് പറഞ്ഞപ്പം നിങ്ങളെപ്പോലുള്ള ആളുകൾ പൊതുരംഗത്ത് മാറിയിരിക്കാൻ പാടില്ല, പൊതുപ്രവർത്തനരംഗത്ത് നിൽക്കണം, അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പം എനിക്ക് ഇപ്പം നാളെ തൊട്ട് വീട്ടിൽ വരുന്ന ആളുടെ അടുത്ത് ഞാനിപ്പം ഒന്നുമില്ല, രാഷ്ട്രീയ പ്രവർത്തനമില്ല, നിങ്ങൾ പൊക്കുമെന്ന് പറഞ്ഞാൽ ആരെയും പറഞ്ഞുവിടാൻ പറ്റത്തില്ല. എനിക്ക് പൊതുരംഗത്ത് കാര്യം എന്നെ പ്രതീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഞാൻ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടു കൂടി എന്നെ സമീപിച്ച ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയൊന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് അവരെയൊക്കെ സഹായിക്കണമെങ്കിൽ പൊതുരംഗം നിലനിന്നേ പറ്റും. പിന്നെ ഒരു മതേതര മനസ്സ് സൂക്ഷിക്കുന്ന ആളെന്നില്ല, മതേതര ജനാധിപത്യ ചേരിയിലുള്ള പ്രസ്ഥാനവുമായി ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ CPIഎമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ, അങ്ങനെ വരുവാണെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ പല ആളുകളും നറേറ്റീവ് ഉണ്ടാക്കി ഞാൻ സ്ഥാനാർത്ഥിയാകും വന്നു. അങ്ങനെയൊക്കെ കാത്തുനിൽക്കുന്ന ആളുകളോട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ക്ഷമിക്കണം. രതീഷ് കിളിത്തട്ടിലും മത്സരിക്കാൻ അത്രയും ആർത്തിയുള്ള ആൾ, ഞാനങ്ങനെ മത്സരിക്കണമെന്ന് ആവേശപ്പെട്ട ആളൊന്നുമില്ല. ഞാൻ അങ്ങനെ ആവേശത്തിന് പുറത്തൊരു സ്ഥാനാർത്ഥിയായി നിങ്ങൾ ആരും എന്നെ പ്രതീക്ഷിക്കുകയും വേണ്ട. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി മോഹവുമായി ഞാൻ കടന്നു വന്ന ആളുമല്ല. അപ്പോൾ അങ്ങനെ ആ ഒരു നിലയിൽ ഈ പാർട്ടിയിലേക്ക് വന്നു. ഞാൻ നിൽക്കുന്ന ചേരിയിൽ എവിടെ നിന്നിട്ടുണ്ടോ ആ ചേരിയിൽ ആത്മാർത്ഥമായി 100% പോയി. ഇന്നു മുതൽ ഞാൻ സഖാവ് രതീഷ് കിളിത്തട്ടിലാണ്. ആ നിലയിൽ ഈ പാർട്ടിയുടെ നയങ്ങളും സമീപനങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. ഈ പാർട്ടിക്ക് ദോഷം വരുന്ന, കോട്ടം വരുന്ന ഒരു പ്രവർത്തനവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ഈ സഹാക്കൾക്ക് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പുവരുന്നു. നമുക്ക് ഐക്യപ്പെട്ട് ഇവിടെ ഇരിക്കുന്ന ഒരാളെ ഇപ്പം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്ന് അല്ലെങ്കിൽ CPIഎമ്മിൻ്റെ ഭാഗമായിട്ട് നിന്ന് നമ്മൾ രാഷ്ട്രീയമായി ചേരി നിന്ന് പല പ്രശ്നവും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ രാഷ്ട്രീയമായി മാത്രം കാണാനുള്ള ഒരു മനസ്സ് ഞാൻ അന്ന് ഇന്നും കാത്തു സൂക്ഷിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ എന്നെ ഇവിടെ ഒന്ന് ചീത്ത വിളിച്ചിട്ട് പോകുമ്പോഴും ഇറങ്ങി വരുമ്പോൾ തോളെ കൈയിടാനും ചിരിക്കാനും എനിക്ക് യാതൊരു മടിയില്ല. കാരണം ഇത് രാഷ്ട്രീയം. ദേവസാവ് കാശി പേപ്പറിന് ചേർന്നായിരിക്കുമ്പോൾ ഞാനും മോഹനക്കെട്ടാണ് വരക്കിട്ടിട്ട് ഞാൻ വളരെ തർക്കത്തോടു കൂടി സംസാരിച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടി സംസാരിച്ചു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബോധ്യമാണ് ദേവസാവ് ഇവിടെ പറഞ്ഞത്. കാര്യം എന്നോട് വളരെ സംയമനത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി അതെങ്ങനെയാണ് കാര്യമെന്ന് പറഞ്ഞ് ആ ഒരു അംഗീകാരം, അത് അദ്ദേഹം ദേവസാവും അതുപോലെ തന്നെ ഒരു അംഗീകാരം, ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളാണെങ്കിലും അവർക്കൊരു അംഗീകാരം തരുന്നത്, നമുക്ക് തരുന്നൊരു അംഗീകാരം ഉണ്ടല്ലോ, ആ അംഗീകാരത്തിൽ അദ്ദേഹം വളരെ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് അടുപ്പം. ഞങ്ങൾ പിന്നെ വളരെ ഒരുപാട് കാര്യങ്ങൾ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും പരമാവധി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയമായ ചില ലിമിറ്റേഷൻസ് വരുമ്പം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ നിലയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച് ജനപ്രതിനിധികളെടുക്കുന്നുണ്ട്. നമുക്കങ്ങനെ രാഷ്ട്രീയമായ വേർതിരിയോ പൊതുവായ കാര്യങ്ങളിലും ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലും നമുക്ക് ആ ഒരു വേർതിരിവില്ലാതെയാണ് നമ്മൾ പ്രവർത്തിച്ചത്. അപ്പോൾ ഇപ്പോൾ പലരും ചോദിച്ചു, ഞാൻ ഇന്നലെ വരെ ഇനിയിപ്പം ഇന്നൊരു ഉപചോദ്യം വരെ ഇന്നലെ വരെ ഞാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിച്ചു. അപ്പം ഈ പഞ്ചായത്തിൽ UDFിൻ്റെ തുടർഭരണം ഉണ്ടാവണമെന്ന് എല്ലാവരും പറഞ്ഞ ആളാണ്. ഇനി താങ്കൾക്ക് മാറ്റി പറയാൻ കഴിയുമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടം പഞ്ചായത്തിൻ്റെ വരണമെന്ന് മാറ്റി പറയുന്നത് ഒരു സംശയവും വേണ്ട. കാരണം ഞാൻ നിൽക്കുന്നത് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയസഭ ഇപ്പം ഇവിടെ ബാലകൃഷ്ണൻ പറഞ്ഞു, പെൻഷൻ്റെ കാര്യവും 1000 രൂപ വീട്ടമ്മമാർക്ക് കൊടുക്കുന്ന സഹായവും ഈ നമ്മൾ എതിർക്കുമ്പോൾ രാഷ്ട്രീയമായി പലതും പറയുമെങ്കിലും
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ തുടർഭരണം ഉണ്ടാക്കിയത് ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ജനങ്ങളുടെ പൾസും മനസ്സും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തുടർഭരണം ഉണ്ടായത്. വെറുതെ ആരും പോയി വോട്ട് ചെയ്തില്ലല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കി വീണ്ടും പ്രവർത്തിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട മാതൃകയാണ് ഇപ്പോൾ ഈ പെൻഷൻ്റെ വർധനവും അതോടൊപ്പം തന്നെ വീട്ടമ്മമാർക്ക് 1000 രൂപ കൊടുക്കാനുള്ള ആ പ്രവർത്തനവും. അപ്പോൾ ഇതൊക്കെ ജനങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കും എന്നുള്ളത് ഒരു 100% തിരിച്ചറിവാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ആളുകൾക്ക് കൂടുതൽ സഹായം ചെയ്യുക, ആളുകളെ സഹായിക്കുക, ആളുകൾ കൂടുതൽ സഹായം കിട്ടുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ്. അപ്പോൾ ആ നിലയിൽ ഈ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമായി ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കേണ്ടത് എൻ്റെ കൂടി ഉത്തരവാദിത്വമാണ്. നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എഴുവൻ പഞ്ചായത്തിൽ അധികാരത്തിൽ കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.